കൊട്ടാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ 3 സെഗ്മെന്റുകളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കൈ പാലസ്, സ്കൈലൈൻ ന്യൂസ് ആൻഡ് ടിപ്സ് ഡയറി. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കിടക്കാം. സ്കൈ പാലസ്. നമ്മുടെ ഈ കൊച്ചു കേരളം അത് എത്ര വ്യത്യസ്തമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? തിരുവനന്തപുരത്തുകാർ പറയുന്ന ഭാഷയല്ല കൊച്ചിക്കാർ പറയണത്, കൊച്ചിക്കാർ പറയണ ഭാഷയല്ല കോഴിക്കോടുകാർ പറയണത്. എന്നാൽ ഇനി ഇതൊന്നുമല്ല നമ്മുടെ കണ്ണൂക്കാർ പറയണത്. ഇനിയിപ്പോൾ രുചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് അതിലും വ്യത്യസ്തം. ഭാഷയും രുചിയും ഒക്കെ പോലെ തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങളും. ഓണം, റംസാൻ, വിഷു, ക്രിസ്മസ്, എന്തിന് നമ്മുടെ തൃശ്ശൂർ പൂരം വരെ മലയാളി പെരുമയോടുകൂടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ സന്തോഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. അതും നമുക്കിഷ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ചു വരുത്തി അതിഗംഭീരമായിട്ട് തന്നെ. കമ്മ്യൂണിറ്റി ലിവിങ് ആശയങ്ങൾ സജീവമായപ്പോൾ തൂശിനിലയിൽ വിളമ്പുന്ന വിഭവങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഒരു പൂക്കളത്തിൽ നിറയുന്ന പൂക്കളെ പോലെ അനേകം വ്യത്യസ്തതകളെ ഒരുമിച്ച് ചേർത്ത് പുതുമകൾ നമുക്ക് സമ്മാനിച്ചവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. ഓരോ നഗരത്തിലും അതിൻ്റെ ഹൃദയ താളങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് മഴവിൽ കൊട്ടാരങ്ങൾ തീർത്തത്. ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ. സാംസ്കാരിക നഗരമായ തൃശ്ശൂരിന് ഒരു താളമുണ്ട്. നമ്മുടെ ആത്മാവിലേക്ക് കത്തിപ്പടരുന്ന ഒരു താളം. ഋതുഭേദങ്ങളെ നെറ്റിപ്പട്ടമണിയിച്ച് മുത്തുക്കുട ചൂടിച്ച് എഴുന്നള്ളിക്കുന്ന പഞ്ചവാദ്യങ്ങളുടെ താളം. പൂരനഗരിയായ തൃശ്ശൂരിന്റെ ഹൃദയ താളങ്ങൾക്കൊപ്പം ഭവന സ്വപ്നങ്ങളുടെ മറ്റൊരു താളം ചേർത്തവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണ വഴിയിൽ 1/4 നൂറ്റാണ്ടോളമാകുന്ന സ്കൈലൈൻ ബിൽഡേഴ്സ് അപ്പാർട്ട്മെന്റുകളും വില്ലകളുമായി ഇതിനോടകം 19 പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. സാംസ്കാരിക നഗരത്തിന് സ്കൈലൈൻ ബിൽഡേഴ്സ് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ പ്രോജക്റ്റാണ് ആക്സിസ്. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് മുകളിൽ സ്കൈലൈൻ ചാർത്തിയ 120ഓളം കയ്യൊപ്പുകളിൽ 114ാമത്തെ സ്ഥാനമാണ് ആക്സിസിനുള്ളത്. പൂരനഗരിയുടെ വൈവിധ്യങ്ങൾക്ക് അലങ്കാരമായി മാറുന്നതാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഓരോ പ്രൊജക്റ്റും. തൃശൂരിൽ സ്കൈലൈൻ രൂപപ്പെടുത്തിയ ആവാസ വ്യവസ്ഥയുടെ ഗ്രാഫിൽ നാം തിരിച്ചറിയുന്നതും സ്കൈലൈൻ ആർജിച്ചെടുത്ത ആ വിശ്വാസം കൂടിയാണ്. ഏകദേശം 15 കൊല്ലമായി സ്കൈലൈൻ തൃശ്ശൂരിൽ വന്നിട്ട് ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഐവറി കൗണ്ടി എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് വെച്ച് തുടങ്ങിയതാണ്. ഇന്ന് അത് വളർന്ന് പന്തലിച്ച് 18 കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് ആയി കഴിഞ്ഞു. 19ാമത്തെ പ്രൊജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി 500ഓളം ക്ലയൻസ് ഉണ്ട്. ഇനി പുതിയതിൽ വരാൻ പോണത് 100ഓളം പേര് വരാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് ആക്സിസ്. അത് ഇവിടുന്ന് മണ്ണുത്തി പോകുന്ന ദൂരത്തിൽ ഒരു 3 കിലോമീറ്റർ ഏകദേശം തൃശ്ശൂർ ടൗണിൽ നിന്ന് നാഷണൽ ഹൈവേ തന്നെ ഉള്ള സ്കൈലൈൻ്റെ ഏറ്റവും പ്രസ്റ്റീജ് പ്രൊജക്റ്റ് ആയിരിക്കും തൃശ്ശൂരിലത്തെ ആക്സിസ് എന്ന് പറഞ്ഞ യൂണിറ്റ്. അതിനകത്ത് ഓൾറെഡി നമ്മൾ ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ വന്ന് വാങ്ങാൻ അതിനകത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ 120 പ്രോജക്റ്റുകളിൽ 19ഓളം പ്രോജക്റ്റുകൾ സ്വന്തമാക്കുന്ന നഗരമാണ് തൃശൂർ. നൂതനമായ ഒരു ആവാസ വ്യവസ്ഥയെ തൃശൂർക്കാർക്ക് പരിചയപ്പെടുത്തുകയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് ചെയ്തത്. ഐവറി കൗണ്ടി അപ്പാർട്ട്മെന്റ്, ഐവറി കൗണ്ടി വില്ല എന്നിവയിലൂടെയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് പൂരനഗരിയുടെ താളങ്ങളെ തൊട്ടറിയുന്നത്. 4 അപ്പാർട്ട്മെന്റുകളുള്ള ഐവറി കൗണ്ടി അപ്പാർട്ട്മെന്റും 12 വില്ലകൾ കൂടി ചേർന്ന ഐവറി കൗണ്ടി വില്ലയും തൃശൂരിന്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ള സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ആദ്യ സംരംഭങ്ങളായിരുന്നു. പിന്നീട് ഹെറിറ്റേജ് വില്ല, ഹാമണി വില്ല എന്നീ 16 വീതം വില്ലകളുള്ള 2 പ്രോജക്റ്റുകളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് തൃശൂരിന് പരിചയപ്പെടുത്തിയത്. പുതുമകളുടെയും മാറ്റങ്ങളുടെയും വഴിയിലൂടെ നടക്കുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ജനപ്രിയമായ മുഖമാണ് പിന്നീടുള്ള ഓരോ പ്രൊജക്റ്റിലും കാണാൻ കഴിയുക. തൃശൂരിലെ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഏറ്റവും പുതിയ പ്രൊജക്റ്റായ ആക്സിസിൽ 104 അപ്പാർട്ട്മെന്റുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നവീനമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് നമ്മുടെ പാർപ്പിട സ്വപ്നങ്ങൾക്ക് ഉന്നതമായ മൂല്യം പകരുന്നു എന്നതാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ പ്രത്യേകത. ഇതിന് ഉദാഹരണം കൂടിയാണ് 61 അപ്പാർട്ട്മെന്റുകളുള്ള ഗാർലാൻഡ് അപ്പാർട്ട്മെന്റ്. റിട്ടയർ ചെയ്യാറായപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നുള്ള ആഗ്രഹത്തിൽ എനിക്കൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് കൾച്ചറിൽ തന്നെ താമസിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്.
ഇത് ഈ സമയത്താണ് എൻ്റെ മൂത്ത സിസ്റ്ററുടെ മകൻ ഇവിടെ വന്ന് താമസിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവനും ഈ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റ് ഗാർലൻഡ് പ്രോജക്റ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഉടനെ തന്നെ അവനോട് പറഞ്ഞ് ഞാൻ ഗാർലൻഡ് പ്രോജക്റ്റിൽ തന്നെ സ്കൈലൈൻ്റെ ഗാർലൻഡ് പ്രോജക്റ്റിൽ ബുക്ക് ചെയ്യുകയും ഇത് കേട്ടപ്പോൾ എൻ്റെ ഇളയ സിസ്റ്ററുടെ മകനും സ്കൈലൈൻ ഗാർലാൻഡിൽ ബുക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഞാൻ ഇത് ഈ പ്രോജക്റ്റിൽ എൻ്റെ നാട്ടുകാരും ധാരാളം പേര് ഇതിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും എല്ലാവരും കൂടി ഒരു തറവാട് പോലെ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് ജീവിക്കാൻ ഇവിടെ സാധിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 6 പേര് ഓൾറെഡി ഈ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈവൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇവിടെ താമസം തന്നെ. എനിക്ക് വളരെ സുഖപ്രദമായി ഉള്ള ഒരു അന്തരീക്ഷം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഹൃദ്യമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് കൂടി പ്രാധാന്യം നൽകിയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് പാർപ്പിട സമുച്ചയങ്ങൾ രൂപപ്പെടുത്തുന്നത്. മലയാള മനസ്സിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഈ യാത്രയാണ് സ്കൈലൈൻ ബിൽഡേഴ്സിനെ പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്ത് ഒന്നാമതാക്കി മാറ്റുന്നതും. പൂക്കളമിടാൻ മുറ്റമൊന്നുമില്ലെങ്കിലും അകത്തളങ്ങളിൽ ഡിസൈൻ മികവ് കൊണ്ട് വർണ്ണപ്പൂക്കളം തീർത്ത സ്കൈലൈൻ ഗാർലൻഡിലെ ഒരു അപ്പാർട്ട്മെന്റ് കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. നമുക്ക് പോവാം. അപ്പാർട്ട്മെന്റിന്റെ വാതിൽ തുറക്കുമ്പോൾ ക്രിസ്റ്റൽ തൂക്കുവിളക്കിന്റെ മായികതയാണ് നമ്മുടെ കൈപിടിച്ച് അകത്തേക്ക് ആനയിക്കുക. വാതിലിനോട് ചേർന്ന ഭിത്തിയിലെ പെയിന്റിംഗ്സുകളിലൂടെ കണ്ണുകൾ അലയുമ്പോൾ നാം ലിവിംഗ് കം ഹോം തിയേറ്ററിൽ പ്രവേശിച്ചിട്ടുണ്ടാകും. ആധുനികമായ വേഷപ്പകർച്ചയാണ് ലിവിംഗ് കം ഹോം തിയേറ്ററിന് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗിന്റെ വശ്യതയാണ് ലിവിംഗിനെ മനോഹരമാക്കി തീർക്കുന്നത്. ഫോൾ സീലിംഗുകൾ തീർക്കുന്ന ഇന്ദ്രജാലങ്ങളുടെ തുടർച്ച അകത്തളങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. LED ലൈറ്റുകളാണ് ഫോൾ സീലിംഗുകൾക്ക് ഇന്ദ്രജാലഭാവം പകരുന്നത്. ലെതർ സോഫയുടെ കുലീനതയാണ് ലിവിംഗ് കം ഹോം തിയേറ്ററിന് പ്രത്യേകമായ തലയെടുപ്പ് പകർന്നു കൊടുക്കുന്നത്. ലിവിംഗിന്റെ ഒരു ഭിത്തി വാൾപേപ്പർ നൽകിയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ പെയിന്റിംഗ് ആണ് ഈ ഭിത്തിയുടെ മറ്റൊരാകർഷണം. ഇതിന് അഭിമുഖമായാണ് TV ഘടിപ്പിച്ചിരിക്കുന്നത്. തടിയുടെ ആഢ്യത്വം തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്ലൈവുഡ് വെനീർ ഉപയോഗപ്പെടുത്തിയാണ് TV സ്റ്റാൻഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഹോം തിയേറ്റർ കം ലിവിംഗിന്റെ ഒരു വശത്തായാണ് ഓപ്പൺ ബാൽക്കണി നൽകിയിട്ടുള്ളത്. മഴനൂലുകൾ ഭൂമിയിലേക്ക് വീണ് ചിതറുന്ന ആകാശ കാഴ്ച കൂടി ഈ ബാൽക്കണി നമുക്ക് കരുതി വയ്ക്കുന്നുണ്ട്. ലിവിംഗിൽ നിന്ന് നാം കാലെടുത്ത് വയ്ക്കുക ക്രിസ്റ്റൽ തൂക്കുവിളക്കിന്റെ പ്രഭയോട് ചേർന്നു നിൽക്കുന്ന പ്രയർ ഏരിയയിലേക്കാണ്. മെഴുകുതിരിയുടെ നാളങ്ങൾക്ക് ദൈവീക ഭാവം പകർന്നാണ് പ്രയർ സ്റ്റാൻഡ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് തൊട്ടടുത്ത 2 കിടപ്പറയിലേക്കും നീളൻ ഇടനാഴി വഴി ഡൈനിങ്ങിലേക്കും അടുക്കളയിലേക്കുമെല്ലാം പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. പ്രയർ ഏരിയയിൽ നിന്ന് ഉൾവലിഞ്ഞ് ചെറിയൊരു സ്പേസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് അഭിമുഖമായാണ് 2 കിടപ്പറകൾ നൽകിയിട്ടുള്ളത്. നിലവിളക്ക് അലങ്കാരമായി നിൽക്കുന്ന ഇവിടെയാണ് ഷൂ റാക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രയർ ഏരിയയിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള കാഴ്ച ഏറെ മനോഹരമാണ്. പ്രയർ ഏരിയയിൽ നിന്നുള്ള ഈ നീളൻ ഇടനാഴി അവസാനിക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. ഇടനാഴിയുടെ തുടക്കത്തിൽ വലതുവശത്തായി നൽകിയിരിക്കുന്ന ഷോക്കേസ് കൗതുക വസ്തുക്കളുടെ കലവറ കൂടിയാണ്. ജിപ്സം ബോർഡിന്റെയും പ്ലൈവുഡ് വെനീറിന്റെയും ഫോൾ സീലിംഗ് ആണ് ഇവിടത്തെ ആകർഷണം. LED ലൈറ്റുകളുടെ നിഴൽ വീണ ഇടനാഴിയുടെ മധ്യത്തിലായാണ് ഫാമിലി ലിവിംഗിന് സ്ഥാനം നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗും ക്രിസ്റ്റൽ തൂക്കുവിളക്കും അലങ്കാരമാക്കിയിട്ടുള്ള ഫാമിലി ലിവിംഗിൽ നിന്നും പുറം കാഴ്ചകൾ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ ഡൈനിങ് ഏരിയ ഏറെ മനോഹരമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന ബാൽക്കണിയാണ് ഡൈനിങ്ങിൽ പ്രകാശനാളങ്ങൾ തെളിയിക്കുന്നത്. ഇവിടെ നിന്നാണ് സെമി ഓപ്പൺ കിച്ചണിലേക്കും ഒരു കിടപ്പറയിലേക്കും സ്റ്റഡി റൂമിലേക്കുമെല്ലാം പ്രവേശനം ഒരുക്കിയിട്ടുള്ളത്. ഫർണിച്ചറുകളുടെ ആഡംബര ഭാവമാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേറിട്ട അഴക് പകരുന്നത്.
ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് സ്റ്റോറേജ് സ്പേസ് രൂപപ്പെടുത്തി ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കുന്ന വിധത്തിൽ പ്രത്യേകം വാതിൽ കൊടുത്താണ് വാഷ് ബേസിൻ ഏരിയ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗിനും ഡൈനിങ്ങിനും ഇടയിലൂടെയാണ് സ്റ്റഡി ഏരിയയിലേക്ക് പ്രവേശനം നൽകിയിട്ടുള്ളത്. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സ്റ്റഡി ഏരിയ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രകാശത്തിനൊപ്പം മനോഹരമായ കാഴ്ചകൾ കൂടി പകരുന്നവയാണ് സ്റ്റഡി റൂമിന്റെ ജാലകങ്ങൾ. സ്റ്റഡി റൂമിന്റെ ഒരു ഭിത്തി വാൾപേപ്പർ നൽകിയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം ഷെൽഫുകളും നൽകിയിട്ടുണ്ട്. LED ലൈറ്റിന്റെയും ഫോൾ സീലിംഗിന്റെയും ഇന്ദ്രജാലം തന്നെയാണ് സ്റ്റഡി റൂമിനെയും ഭരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് സെമി ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത്. ഗ്ലാസ് വാതിൽ തുറന്ന് നാം എത്തിച്ചേരുക തികച്ചും ആധുനിക ഭാവം കാത്തുവയ്ക്കുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയുടെ ഭിത്തിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് വാൾപേപ്പർ മാജിക് തന്നെയാണ്. മൾട്ടിവുഡ് ലാമിനേഷൻ ഉപയോഗിച്ചാണ് അടുക്കളയുടെ ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ പുറം കാഴ്ചകൾ പകരുന്ന ജാലകത്തിനോട് ചേർന്ന് 2 പേർക്കിരിക്കാവുന്ന പാൻട്രി ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. അപ്പാർട്ട്മെന്റിനെ സമ്പന്നമാക്കുന്ന ഫോൾ സീലിംഗുകളുടെ കമനീയത തന്നെയാണ് അടുക്കളയിലും നമുക്ക് കാണാൻ കഴിയുക. 3 കിടപ്പറകളാണ് ഈ അപ്പാർട്ട്മെന്റിനുള്ളത്. പ്രെയർ ഏരിയയിൽ നിന്ന് പ്രവേശിക്കാൻ കഴിയുന്നതും അഭിമുഖമായി നിൽക്കുന്നതുമായ 2ഉം ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്ന 1ഉം. അഭിമുഖമായി നിൽക്കുന്ന 2 കിടപ്പറകളിൽ ഒന്നാണ് മാസ്റ്റർ ബെഡ്റൂം. ഏറെ വിശാലമായാണ് മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വശത്തായാണ് വലിയ വാർഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. കട്ടിലിനോട് ചേർന്ന് ഒരു വശത്തായാണ് ഡ്രസ്സിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗിന്റെ വശ്യത നറുനിലാവായി പടർന്നു കിടക്കുന്ന കാഴ്ചയും നമുക്കിവിടെ അനുഭവിച്ചറിയാൻ കഴിയും. ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ബാത്റൂമും കിടപ്പറയുടെ ഭാഗമായിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിന് എതിർവശത്തായാണ് 2ാമത്തെ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് തീർക്കുന്ന പുതുമ തന്നെയാണ് ഈ ബെഡ്റൂമിനെയും വേറിട്ടതാക്കി തീർക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന് സമാനമായ ഡിസൈനാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക. കിടപ്പറയിലേക്കുള്ള പ്രവേശന വഴിയുടെ തുടക്കത്തിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുള്ളത്. വിശാലമായ ഡൈനിങ് ഏരിയയിൽ നിന്ന് പ്രത്യേകം വഴിയൊരുക്കിയാണ് 3ാമത്തെ ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റും കാത്തുവച്ചിട്ടുണ്ട്. പുറം കാഴ്ച പകരുന്ന ജനലുകളും വാർഡ്രോബും ഡ്രസ്സിംഗ് ഏരിയയുമെല്ലാം മറ്റു ബെഡ്റൂമിന് സമാനമായാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമീണ വഴിയുടെ ഭംഗിയെ വിവർത്തനം ചെയ്യുന്ന പെയിന്റിംഗ് ആണ് 3ാമത്തെ ബെഡ്റൂമിനെ ആകർഷകമാക്കുന്ന മുഖ്യ ഘടകം. ഞങ്ങൾ ശരിക്കും സ്ഥലം ഗുരുവായൂരാണ്. അപ്പോൾ ഗുരുവായൂർ താമസിക്കുന്ന സമയത്ത് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ തൃശ്ശൂർ വരെയാണ്. അപ്പോൾ അങ്ങനെയാണ് തൃശ്ശൂർ തന്നെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ വീട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൈലൈൻ്റെ പ്രോജക്റ്റ് തന്നെ വേണം തോന്നി. സ്കൈലൈൻ കേരളത്തിൽ തന്നെ 100+ പ്രോജക്ട്സ് കംപ്ലീറ്റഡ് ആണ്. അതുപോലെ നല്ല റെപ്യൂട്ടഡ് ഡെവലപ്പറാണെന്ന് തോന്നി. അതുകൊണ്ടാണ് സ്കൈലൈനിൽ എൻക്വയറി വരുന്നത്. അങ്ങനെ അപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് തൃശ്ശൂർ ഉണ്ടായിരുന്നത് ഇത് സ്കൈലൈൻ ഗാർലൻഡാണ്. അങ്ങനെ ഗാർലൻഡ് സ്കൈലൈൻ്റെ തൃശ്ശൂർ ഓഫീസിൽ പോയി ഈ സൈറ്റിൽ വന്നു. അന്ന് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറായി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഫ്ലോർ പ്ലാൻ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇവിടെ താമസിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ 16th ഫ്ലോറായ കാരണം ലോട്ട് ഓഫ് എയറേഷൻ, അതുപോലെ തന്നെ ലൈറ്റ്, ബെസ്റ്റ് വ്യൂ, 3 സൈഡ് ഓപ്പൺ ആക്കുന്നത്. ഇത് 2 അപ്പാർട്ട്മെൻറ്റ് ജോയിൻ്റ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 സൈഡിലേക്കും വ്യൂ ഉണ്ട്. സ്കൈലൈനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു സ്വന്തം ആൾക്കാരായി നിന്ന് വാങ്ങണ ഒരു എക്സ്പീരിയൻസാണ് ഉണ്ടായത്. എന്നുവെച്ചാൽ അത് മോഡിഫിക്കേഷൻ വരുത്തുമ്പോഴും അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും വളരെ ഫ്ലെക്സിബിളും അതുപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡീലിങ്സാണ്. പാർപ്പിട സമുച്ചയങ്ങളിലൂടെ സ്കൈലൈൻ ബിൽഡേഴ്സ് രൂപപ്പെടുത്തുന്ന ആവാസ വ്യവസ്ഥയാണ് സ്കൈലൈൻ എന്ന മേൽവിലാസത്തിലേക്ക് ചേക്കേറാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ലൊക്കേഷനും കോമൺ അമ്യൂണിറ്റീസിനുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് സുന്ദരമായ ഒരു ജീവിതാന്തരീക്ഷമാണ് സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഓരോ പാർപ്പിട സമുച്ചയവും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അപ്പാർട്ട്മെന്റ് ഒക്കെ കണ്ടല്ലോ, എങ്ങനെയുണ്ട്? കാലക്കീട്ടിൽ ഇഷ്ടാ? അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റ് കാണാം, സ്കൈലൈൻ ന്യൂസ്. പഞ്ചവാദ്യങ്ങൾ ആനന്ദമഴ പൊഴിക്കുന്ന സ്ഥലമാണ് തൃശ്ശിവപേരൂർ എന്നറിയപ്പെടുന്ന തൃശ്ശൂർ. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ കെടാവിളക്ക് കൂടി ഈ നഗരം സൂക്ഷിക്കുന്നുണ്ട്. ഈ നഗരത്തിന്റെ ആകാശ ചില്ലകളിലേക്ക് ഭവന സ്വപ്നത്തിന്റെ കൂടൊരുക്കിയവരാണ് സ്കൈലൈൻ ബിൽഡേഴ്സ്. തൃശ്ശൂർ നഗരത്തിന് ചുറ്റിലുമായി
19 പ്രൊജക്ടുകളാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തൃശൂരിലെ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ഏറ്റവും വലിയതും പുതിയതുമായ സംരംഭമാണ് ആക്സിസ്. തൃശൂർ ജില്ലയിലെ പറവട്ടാനി എന്ന സ്ഥലത്ത് ദേശീയ പാതയോരത്താണ് സ്കൈലൈൻ ആക്സിസ് സ്കൈലൈൻ ബിൽഡേഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്കൈലൈൻ തൃശ്ശൂർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് സ്കൈലൈൻ ആക്സിസ്. ഇത് 2012 ഏപ്രിൽ 19 നമ്മളിത് ലോഞ്ച് ചെയ്തത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് 3.5 കിലോമീറ്ററാണ് നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലാണ് പ്രൊജക്റ്റ് നിൽക്കുന്നത്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററും ഈസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററുമാണ് നമ്മളുടെ പ്രൊജക്റ്റിലേക്കുള്ളത്. അവിടെ നമ്മൾ കൺസീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാം 3 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. 1348 മുതൽ 2210 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഏരിയയാണ് അവിടെ വരുന്നത്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ 114ാമത് സംരംഭമാണ് സ്കൈലൈൻ ആക്സിസ്. സ്വച്ഛവും ശാന്തവുമായ ഒരു അന്തരീക്ഷത്തിൽ 104 കുടുംബങ്ങളെയാണ് സ്കൈലൈൻ ആക്സിസിലൂടെ സ്കൈലൈൻ ബിൽഡേഴ്സ് ചേർത്തുവെക്കുന്നത്. തൃശൂരിലെ സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ബൃഹത്തായ സംരംഭമായ സ്കൈലൈൻ ആക്സിസ് വ്യത്യസ്തമാർന്ന അഭിരുചികളെയാണ് ഏകീകരിക്കുന്നത്. സ്കൈലൈനിൽ തന്നെ നമ്മൾ കൊടുക്കാറുള്ള എല്ലാ ലക്ഷറി അമ്യൂണിറ്റീസും സ്കൈലൈൻ ആക്സസിലും കൊടുത്തിട്ടുണ്ട്. സ്കൈലൈനിൽ ഒരു ഫ്ലാറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ സർവീസാണ്. നമ്മുടെ സർവീസ് ഇൻറ്റീരിയർ, ഹോം കെയർ, ആഫ്റ്റർ സെയിൽസ് ഇങ്ങനെയുള്ള സർവീസാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സ്കൈലൈനിന് സ്വന്തമായിട്ട് തന്നെ ഇൻറ്റീരിയർ ഡിവിഷൻ ഉണ്ട്. കസ്റ്റമറുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഇൻറ്റീരിയർ നമുക്കത് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹോം കെയർ, കസ്റ്റമർ ഫ്ലാറ്റ് എടുത്തിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ അവരുടെ ഫ്ലാറ്റ് സ്വന്തം ഫ്ലാറ്റ് പോലെ തന്നെയാണ് നമ്മളത് കാത്തു സൂക്ഷിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള എല്ലാ സർവീസും നമ്മൾ ഹോം കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ സെയിൽസ് എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വൈസ് എന്ത് ഡിഫക്റ്റ് വരിക വെച്ച് കഴിഞ്ഞാലും ലൈഫ് ലോങ് സർവീസ് നമ്മൾ ആഫ്റ്റർ സെയിൽസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റേത് പ്രോജക്റ്റിലും എന്നതുപോലെ കോമൺ എമിനിറ്റീസിന്റെ ആകർഷണീയതയും സ്കൈലൈൻ ആക്സിസിന്റെ പ്രത്യേകതയാണ്. മനോഹരമായ സ്വിമ്മിംഗ് പൂൾ, ആധുനിക കാലത്തിന്റെ ജീവിതശൈലിയോട് ഇണങ്ങി നിൽക്കുന്ന ഫിറ്റ്നസ് സെന്റർ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹരം പകരുന്ന ഗെയിംസ് റൂം, കുട്ടികൾക്ക് മാത്രമായുള്ള പ്ലേ ഏരിയ തുടങ്ങിയവ മറ്റ് പ്രോജക്റ്റുകളിൽ എന്ന പോലെ തന്നെ ഉന്നത നിലവാരത്തോടുകൂടിയാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് സ്കൈലൈൻ ആക്സിസിലും കാത്തുവയ്ക്കുന്നത്. സ്കൈലൈൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പുതിയ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്സിസ്. വളരെയധികം ഫ്രണ്ട്സ് വളരെയധികം അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി. വളരെയധികം ഏരിയ ഉണ്ട്, 1.5 acres ഓഫ് ലാൻഡ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, വളരെ സ്പേഷ്യസ് ആണ്. മെയിൻ റോഡിൽ നിന്ന് കുറച്ചും കൂടി പുറകോട്ട് മാറിയിട്ടുള്ളൊരു ലാൻഡാണ്. അപ്പോൾ ഈസി ടു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സറൗണ്ടിങ്സ് ആണ്. പിന്നെ പറവട്ടാനി വളരെ ഡീസൻറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഓൺലി 3.5 kilometers ഫ്രം ദ തൃശ്ശൂർ സിറ്റി. പിന്നെ മണ്ണുത്തി നാഷണൽ ഹൈവേയുടെ വളരെ അടുത്താണ്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോകാനും നമുക്ക് വളരെ ഈസിയാണ്. ലൊക്കേഷന് പ്രാധാന്യം നൽകിയുള്ള സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ശൈലി പ്രതിഫലിക്കുന്നതാണ് സ്കൈലൈൻ ആക്സിസും. 1 ഏക്കർ 40 സെന്റ് സ്ഥലത്താണ് സ്കൈലൈൻ ബിൽഡേഴ്സ് സ്കൈലൈൻ ആക്സിസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നഗരത്തിന്റെ തിക്കിലും തിരക്കിൽ നിന്നുമെല്ലാം വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നു എന്നതാണ് സ്കൈലൈൻ ആക്സിസിന്റെ സവിശേഷത. തൃശൂർ റൗണ്ടിൽ നിന്നും 10 മിനിറ്റ് ഡ്രൈവ് കൊണ്ട് ദേശീയപാതയ്ക്കരികിൽ അണിഞ്ഞൊരുങ്ങുന്ന സ്കൈലൈൻ ആക്സിസിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. തൃശൂരിന്റെ സ്വന്തമായ വടക്കുംനാഥ മൈതാനവും സ്കൈലൈൻ ആക്സിസിന്റെ തൊട്ടടുത്താണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി നിത്യജീവിതത്തിന്റെ സ്പന്ദനങ്ങളെല്ലാം കയ്യെത്തും ദൂരെ കാത്തുവച്ചാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് സ്കൈലൈൻ ആക്സിസ് നമുക്കായി രൂപപ്പെടുത്തുന്നത്. പൂരനഗരിക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു മേൽവിലാസവുമായി സ്കൈലൈൻ ബിൽഡേഴ്സ് നമ്മളെ ക്ഷണിക്കുന്നത് പുതിയൊരു ആവാസ വ്യവസ്ഥയിലേക്കാണ്. പൂരത്തിന്റെ നാട്ടിൽ സ്കൈലൈൻ ബിൽഡേഴ്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഏറ്റവും പുതിയ പ്രൊജക്റ്റായ സ്കൈലൈൻ ആക്സിസിൽ നിങ്ങൾക്കും ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാം. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. സ്കൈലൈൻ ബിൽഡേഴ്സ്, സ്കൈലൈൻ വില്ലോ ഹൈറ്റ്സ്, A block, ground floor, ഗോസായിക്കുന്ന്, കുരിയച്ചിറ, തൃശൂർ 680006. Phone 914872254211, 2253-121. Mobile 98475-00444. Email trichur.marketing@skylinebuilders.com. വീടായാലും ശരി, അപ്പാർട്ട്മെന്റ് ആയാലും ശരി, നാം സ്വന്തമാക്കി കഴിഞ്ഞാൽ
എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കൈവശം വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് നിശ്ചയം പോരാ. എന്തായാലും നമുക്കറിയാത്തതും എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മാതൃകാ ബിൽഡർക്ക് എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും എന്ന് വിശദീകരിക്കുകയാണ് സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ശ്രീ PA വർഗീസ് ടിപ്സ് ഡയറിയിലൂടെ. അപ്പോൾ നമുക്ക് കാണാം ടിപ്സ് ഡയറി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും വിലയേറിയ പർച്ചേസ് അയാൾ മേടിക്കുന്ന ഫ്ലാറ്റായിരിക്കും. ഇത്രയും വിലയുള്ള ഒരു സംഗതി മേടിക്കുമ്പം അയാൾക്ക് അതിനോടനുബന്ധിച്ച് കിട്ടേണ്ട ചില പ്രധാനപ്പെട്ട രേഖകളും ഡോക്യുമെൻസും ഉണ്ട്. ഈ ഡോക്യുമെൻസും രേഖകളും ഒക്കെ അയാളുടെ അധികാരമാണ്, അവകാശമാണ്. അതെന്തൊക്കെയാണ്? ഒരു മാതൃകാ ബിൽഡർ എന്തൊക്കെ രേഖകളും ഡോക്യുമെൻസും ഒരു ക്ലയൻറ്റിന് ഫ്ലാറ്റിനോടൊപ്പം കൈമാറേണ്ടതാണ് എന്ന് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് സ്കൈലൈൻ്റെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് മിസ്റ്റർ അനിമോൻ നമ്മളുടെ കൂടെയുണ്ട്. ഒരു ബിൽഡറിന് 2 കപ്പാസിറ്റിയിലാണ് ബിൽഡർ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ലാൻഡ് ഓണർ എന്ന കപ്പാസിറ്റി, 2 ഡെവലപ്പർ എന്ന കപ്പാസിറ്റി. ലാൻഡ് ഓണർ എന്ന കപ്പാസിറ്റിയിലും ഡെവലപ്പർ എന്ന കപ്പാസിറ്റിയിലുമാണ് ബിൽഡർ ആക്ട് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഇൻ കേസ് ബിൽഡർ അല്ല ലാൻഡ് ഓണർ എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ഓണർ ആരാണ് എന്ന് പരിശോധിച്ച് ലാൻഡ് ഓണറുടെ ഡോക്യുമെൻറ്റ്സ്, വ്യക്തമായ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് ലാൻഡ് ഓണറുമായിട്ട് ആദ്യമേ എഗ്രിമെൻറ്റ് എൻട്രി ചെയ്തതിന് ശേഷം അൺഡിവൈഡഡ് ഷെയറും അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള അവകാശവും വാങ്ങിച്ചതിന് ശേഷം മാത്രം ബിൽഡറുമായിട്ട് കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക. അങ്ങനെ കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം ഏർപ്പെടുന്ന സമയത്ത് ഈ ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ടോട്ടൽ എത്ര ബിൽട്ടപ്പ് ഏരിയ, സെയിലബിൾ ഏരിയ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സെയിലബിൾ ഏരിയയുടെ എത്ര സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെൻറ്റാണ് തങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അൺഡിവൈഡ് ഷെയർ ലഭിക്കുന്നുണ്ടോ എന്നിവ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അങ്ങനെ സെയിലബിൾ ഏരിയ എത്രയെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് ആനുപാതികമായിട്ട് എത്ര കോമൺ ഏരിയ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നിവ വിശദമായി പരിശോധിച്ച് എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതിന് മുമ്പായിട്ട് ലോക്കൽ ബോഡിയിൽ ഹൈറൈസ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമായ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ്, ദെൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനീഷ്യൽ ഫയർ NOC എന്നീ രേഖകളെല്ലാം ലഭിച്ചതിന് ശേഷമാണ് ലോക്കൽ ബോഡി ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്നത്. ഇപ്രകാരം ബിൽഡിംഗ് പെർമിറ്റ് പ്രോപ്പറായിട്ട് ലഭിച്ചിട്ടുണ്ടോ, അതിനകത്ത് എന്തെല്ലാം കണ്ടീഷൻസാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അത് പ്രോപ്പറായിട്ട് ബിൽഡർ നടപ്പാക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും ക്ലയൻറ്റ് എന്ന നിലയിൽ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്രകാരം അപ്പാർട്ട്മെൻറ്റിൽ എഗ്രിമെൻറ്റ് വയ്ക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ലാൻഡിൻ്റെ ടൈറ്റിൽ ഒറിജിനൽ പരിശോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ലാൻഡിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ബിൽഡറുടെ കയ്യിൽ അല്ലെങ്കിൽ ലാൻഡ് ഓണറുടെ കൈവശമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ആ ലാൻഡിൽ യാതൊരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കാരണം ടൈറ്റിൽ ഡീഡ്, ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ബാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു അവിഭാജ്യ ഘടകമാണ് ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ബിൽഡറുടെ കൈവശത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ബിൽഡിംഗ് ഓക്യുപ്പൈ ചെയ്യുന്ന നിമിഷം വരെ പീരിയോഡിക്കലായിട്ട് ഈ ഒറിജിനൽ ടൈറ്റിൽ ഡീഡ് ബിൽഡറുടെ കൈവശത്തിലുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് പണം മുടക്കുന്ന ക്ലയൻറ്റിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് അപ്പാർട്ട്മെൻറ്റ് ഹാൻഡിങ് ഓവർ നടക്കുന്ന സമയത്ത് ബിൽഡർ ക്ലയൻറ്റിന് ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്, അപ്പാർട്ട്മെൻറ്റും അൺഡിവൈഡ് ഷെയറും രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒറിജിനൽ ടൈറ്റിൽ ഡീഡ്, അതിൻ്റെ പ്രയർ ഡീഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് പ്രോജക്റ്റ് നിൽക്കുന്ന ലാൻഡിൻ്റെ ഡീഡ്, അറ്റ്ലീസ്റ്റ് 14 വർഷത്തെ ഡോക്യുമെൻറ്റ്സ് കവർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, എൻകുംബ്രൻസ് സർട്ടിഫിക്കറ്റ്,
പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ബിൽഡിംഗ് പെർമിറ്റ്, ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് ലോക്കൽ ബോഡി നൽകുന്ന ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, ലോക്കൽ ബോഡി ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഫൈനൽ ഫയർ NOC, ഇനീഷ്യൽ ഫയർ NOC, ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്ന സമയത്ത് കൂടാതെ ഫൈനൽ ഫയർ NOC, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫൈനൽ ഫയർ NOC എന്നീ ഡോക്യുമെൻസുകൾ എല്ലാം കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ക്ലയൻറ്റിന് ഉള്ളതാകുന്നു. കൂടാതെ ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം സാധാരണഗതിയിൽ ബിൽഡർ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഓണർഷിപ്പ്, കോർപ്പറേഷനിൽ ബിൽഡിംഗ് ടാക്സ് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് നൽകി ക്ലയൻറ്റിൻ്റെ പേരിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും ക്ലയൻറ്റിന് നൽകുന്നതാണ്. കൂടാതെ എല്ലാ ബിൽഡിങ്ങിലും എല്ലാ ക്ലയൻസും ഓക്യുപ്പൈ ചെയ്തതിന് ശേഷം അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഫോം ചെയ്ത് അതിനൊരു ബൈലോ തയ്യാറാക്കി അത് രജിസ്റ്റർ ചെയ്ത് അസോസിയേഷന് എൻ്റെ പ്രോജക്റ്റ് ഹാൻഡിങ് ഓവർ ചെയ്ത് പുറത്തു പോകുമ്പോൾ മാത്രമാണ് ബിൽഡറുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ. സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ മഴവിൽ കൊട്ടാരങ്ങളിലൂടെ മാറ്റങ്ങളുടെ വഴി തേടിയുള്ള ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അതിനു മുൻപായി നമ്മുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെയും ചാനൽ 2 കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങൾ അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈജി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.